ആരുമില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു നിമിഷത്തെ അപ്രതീക്ഷിത അപകടം കൊണ്ട് തകർന്നടിഞ്ഞത് ഒരു 12 വയസ്സുകാരൻ്റെ സ്വപ്നങ്ങളും ഒരു കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷകളുമാണ്. വെമ്പായം സ്വദേശിയായ ഈ 12-കാരൻ മരത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഈ കുടുംബത്തിന് ആ തുക താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. കയ്യിലെ സമ്പാദ്യമെല്ലാം തീർന്ന് ഇനി നിങ്ങളുടെ സഹായം മാത്രമാണ് ഇവരുടെ ഏക പ്രതീക്ഷ. നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ ഈ മകന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. സഹായങ്ങൾ അയക്കേണ്ട ബാങ്ക് അക്കൗണ്ട് നമ്പരും വിവരങ്ങളും താഴെ നൽകിയിട്ടുണ്ട്. ദയവായി സഹകരിക്കുക. എൻ്റെ പേര് സുജ. എൻ്റെ കൊച്ചിന് സഹായം ചോദിച്ചാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്. എൻ്റെ കൊച്ച് ഒരു 2-3 മാസമായി മരത്തിൽ കയറി വീണ് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. അവൻ്റെ തുടർന്നുള്ള ചികിത്സയ്ക്കൊന്നും ഒരു നിവർത്തിയില്ല. ആരെയും ഒരു സഹായവും ഒന്നുമില്ല. അവന് സ്കൂളിൽ പോകണം, പഠിക്കണം, എഴുച്ച് നടക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരുത്തരും സഹായിക്കണില്ല. ആരും ഒരു സഹായവും ഇല്ല. എല്ലാവരുടെ കണക്ക്, എല്ലാ കുട്ടികളെ കണക്ക് അവനും എഴുച്ച് നടക്കണമെന്നുണ്ട്. 2 മാസം കൊണ്ട് ചികിത്സ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. ഒരു നിവർത്തിയില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അവൻ്റെ ഫിസിയോതെറാപ്പി ചെയ്യാനോ അവന് സ്കൂളിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒന്നിനും നിവർത്തിയില്ല. ഇവൻ്റെ മുകളിൽ 2 പെൺകുട്ടികളാണ്. അവരും പഠിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എന്തെങ്കിലും ഞങ്ങൾക്ക് കാണുന്നു. 2-3 മാസം കൊണ്ട് ഇതേപോലെ കിടന്ന് അനുഭവിക്കണം. ആരുമില്ല ഞങ്ങൾക്ക് സഹായിക്കാനും ഒരു 10 പൈസ തരാനോ ഒരുത്തരുമില്ല. അവന് എഴുത്ത് നടന്ന് ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എഴുതിക്കാൻ പറ്റണില്ല. ചികിത്സിക്കാനേ ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. കൂലി വേല ചെയ്ത് അവർക്ക് ആഹാരം കൊടുക്കാനേ ഞങ്ങൾക്ക് കഴിയണമുണ്ട്. എഴുതിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ വാടക വീട്ടിലാണ് കിടക്കണത്. വാടക പോലും കൊടുക്കാനുള്ള നിവർത്തിയില്ല. 2 കൊച്ചുങ്ങളെ പഠിത്തം, ഇവൻ്റെ ചികിത്സ എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റൂല. ഒരു നിവർത്തിയില്ലാതെയാണ് നടക്കണത്. 5 വയസ്സുവരെ ജോലിക്ക് ഇറങ്ങി പോകാൻ പറ്റൂല ഈ കൊച്ചിനെ ഇട്ടിട്ട്. ഈ വയസ്സായ അമ്മയെ കൊണ്ടൊന്നും ഒന്നും പറ്റൂല അവനെ നോക്കാനോ ഒന്നിനും. അതിൻ്റെ മുകളിൽ 2 പെൺകുട്ടികളാണ്. 15-14 വയസ്സായി. അവത്തുങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവത്തുങ്ങൾക്ക് പോലും ഒരു നേരത്തെ ആഹാരത്തിന് പോലും എല്ലാം ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങൾ സഹായിക്കണം. എൻ്റെ കൊച്ചഴിച്ച് കിടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ എല്ലാവരും സഹായിക്കണം. എനിക്ക് എഴുച്ച് നടക്കണമെന്നാണ് ആഗ്രഹം. എനിക്ക് സ്കൂളിലൊക്കെ പോകണം. എല്ലാവരെയും കണക്ക് എനിക്ക് ചികിത്സയ്ക്കൊന്നും പൈസ ഇല്ല. എല്ലാവരും എന്നെ സഹായിക്കണം.